ഗുഡ് ഈവനിങ്. എന്നെ പരിചയപ്പെടുത്തിയത് രാജ്കുമാർ രാമസ്വാമി, സ്വദേശം കൊല്ലം. കഴിഞ്ഞ 10-27 വർഷമായിട്ട് വ്യക്തിത്വ വികസനത്തിലുള്ള ക്ലാസുകൾ ചെയ്യുന്നു. ആദ്യമായിട്ട് ഇതിന്റെ അവസരം തന്ന ഇതിന്റെ എല്ലാ സംഘാടകർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. പത്തോപ്പുഴയായിട്ട് എനിക്ക് ഭയങ്കര ബന്ധമാണ്. ഞാൻ എൻ്റെ അച്ഛനിവിടെ ഫോറസ്റ്റ് റേഞ്ചായിരുന്നു. അപ്പൊ ഞാനിവിടെ കോട്ടയത്ത് താമസിച്ചു, മടത്തറയിലും താമസിച്ചു. സ്കൂളിലൊന്നും പഠിച്ചില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു വേണ്ട, സ്കൂളിലൊന്നും പോകണ്ട, 2 മാസം കഴിയുമ്പോൾ നമ്മുടെ സ്ഥലം മാറ്റവും വേറെ സ്കൂളിൽ പോയി പഠിക്കാം. സ്കൂൾ ദൂരെയാണ്. എന്റെ സുഹൃത്താണ് രാജീവ്. അദ്ദേഹവും ഞാൻ തമ്മില് 87 മുതലുള്ള ബന്ധം, കൊല്ലത്ത് പഠിക്കാനുള്ള സമയത്തുള്ള ബന്ധം. ഈ ക്ലാസ്സില് നിങ്ങളുടെ സഹകരണം വളരെ അത്യാവശ്യം. ഒന്നില് ക്ലാസ്സിൽ ഇരിക്കണം, അല്ലെങ്കിൽ വെളിയിൽ ഇരിക്കാൻ കഴിയുമ്പോൾ സമ്മാനം മേടിക്കാൻ വന്നാലും മതി. മനസ്സിലായില്ലേ? റൈറ്റ്. ക്ലാസ്സില് കുട്ടികളെ നേരെ പോലും ഇരുത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പണിയായിട്ട് ഇറങ്ങിയിട്ടുള്ള കാര്യമുണ്ടാവും. ശരിയാവോ? ശരിയാവോ മോനെ? അതോ ഞാൻ ശരിയല്ലെങ്കിൽ അപ്പുറത്തെ തോമസിനെ കണ്ട് പഠിക്കാൻ വരാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് റോൾ മോഡലാണ് എന്നാൽ ഇനി ഇങ്ങോട്ട് പഠിച്ച ഡിഗ്രി ഒന്നും അങ്ങനൊന്നും വേണ്ട. നമ്മൾ ചെയ്യുന്ന വഴി വൃത്തിയാക്കി ഇതാണ്. കറി വയ്ക്കുമ്പം ഉപ്പും മുളകൊന്നും കൂടാതെ തട്ടിൽ അടി പിടിക്കാതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പണി അവർ നന്നായിട്ട് ചെയ്യും. നമ്മൾ പറയാതെ അച്ഛൻ കിടന്ന് ദേഷ്യപ്പെട്ട ഉച്ചയ്ക്ക് ഉപ്പ് കുടിക്കുന്നത് കുട്ടികൾ അന്നേരം എന്തെങ്കിലും കണ്ടുപിടിക്കും അല്ലേ? റൈറ്റ്. അപ്പൊ മറ്റുള്ളവരെ പഠിക്കുന്ന ഒരു സ്വഭാവം മാറ്റാൻ പറ്റണം. 5 മണിക്ക് എണ്ണിക്കുന്നതാണോ ഉന്മേഷം, അതോ 7 മണിക്ക് ശേഷം എണ്ണിക്കുമ്പോഴാണോ? 5 മണിക്ക് ശേഷം 5 മണിക്ക് മുമ്പ് അല്ലെ എണ്ണിക്കുന്നതാണ് ഉന്മേഷം എന്നറിയാവുന്നവർ കൈവെക്കുക. ഗുഡ്. അതറിയണമെങ്കിൽ ഒരു ദിവസത്തിൽ 5 മണിക്ക് മുമ്പ് എണ്ണിക്കണം അല്ലേ? ഗുഡ്. നമുക്കറിയാം 5 മണിക്ക് മുമ്പ് എണ്ണിക്കുന്നതാണ് ഉന്മേഷം എന്നറിയാം അല്ലേ? എന്നാലും നമ്മൾ എത്ര മണിക്ക് എണ്ണിക്കൂ? 7 മണി. ഈ അറിവുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഉണ്ടോ? ഇനി കൂടുതൽ അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഈ ക്ലാസ് എന്താണെന്നറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിൽ എത്തിക്കുക. ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഫോർ സക്സസ്. ശരിയായ മനോഭാവം വിജയത്തിന് ആധാരം. അതുകൊണ്ട് നിങ്ങൾ ഉത്തരം പറയണം. റൈറ്റ്. അങ്ങനെ കരയിലിരിക്കുന്ന ഏറ്റവും വലിയ മൃഗം മനുഷ്യൻ. ചിലരെ കണ്ട അങ്ങനെ തോന്നും. കരയിലിരിക്കുന്ന ഏറ്റവും വലിയ മൃഗം ഏതാ? ആന. സംശയം വല്ലതും ഉണ്ടോ? ഇത്രയും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം ഒരു മണ്ടൻ ചോദിച്ചപ്പോൾ ഒരു സംശയം. ആനയാണോ ഏറ്റവും വലിയ മൃഗം എന്ന് പറഞ്ഞാൽ ഇതൊരു ആന തന്നെയെന്ന്. അപ്പൊ നമുക്ക് സംശയം ആന തന്നെയെന്ന്. എന്താ പേര്? ഷെഹിൻ. ഷെനിൻ തന്നെ. അതൊരു നാലോഗ്യതി ശരി തന്നെയാണ്. അപ്പൊ ദൃഢമാകാത്ത ജ്ഞാനം കൊണ്ട് അർത്ഥമില്ല. അറിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം? ദൃഢമായിരിക്കണം. കേട്ടാൽ ശ്രദ്ധയോടുകൂടി കേൾക്കണം. പ്രാർത്ഥിക്കുന്നെങ്കിലോ ഏകാഗ്രതയോട് പ്രാർത്ഥിക്കണം. മന്ത്രം പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം അറിയണം. അപ്പൊ ഇന്ന് കരയിലിരിക്കുന്ന ഏറ്റവും വലിയ മൃഗം പോരാ. വല്ല എലി എറുമ്പെന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാം. ആന എന്നൊക്കെ പറഞ്ഞാൽ പട്ടിണിയെടുക്കുന്ന ആനയായിട്ട് പോകും. ആണോ അല്ലേ? ആന എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടോ ഇല്ലേ? അപ്പൊ എങ്ങനെ പറയണം? ഇന്ന് കരയിലിരിക്കുന്ന ഏറ്റവും വലിയ മൃഗം. വെരി ഗുഡ്. ശബ്ദം എന്തിനെ സൂചിപ്പിക്കുന്ന? കോൺഫിഡൻസ് സൂചിപ്പിക്കുന്ന. റൈറ്റ്. എന്താ പേര്? എന്താ പേര്? ഇയാളെ നമ്മൾ നന്നാക്കാൻ വരുന്നത്. അപ്പം ശബ്ദം എന്തിനെ സൂചിപ്പിക്കുന്ന? കോൺഫിഡൻസ് സൂചിപ്പിക്കുന്ന. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഗുഡ് മോർണിംഗ് മാറിയിരിക്കാൻ പറയും. മെനക്കെടുത്താതെ അല്ലേ? ആസ് എ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞാലോ ഇരിക്കാൻ പറയും. മനസ്സിലായില്ലേ? അപ്പം ഇനി പേര് ചോദിച്ചാൽ നല്ല ശബ്ദത്തിലങ്ങ് പറയണം. ബഹുമാനം കാണിക്കുന്നത് നടുവ് വളച്ചിട്ടും ശബ്ദം താഴ്ത്തിട്ടല്ല. റിയാസ്. സ്വിച്ചിട്ട ഷോക്ക് അടിക്കുവോ? എന്നാലും കുട്ടിയെടുത്തെന്ന് പറയും സ്വിച്ചിടരുത്, ഷോക്ക് അടിക്കും. ഒരു 10-12 വയസ്സാകുമ്പോൾ കുട്ടിയെടുത്തെന്ന് പറയും
12 വയസ്സാകുമ്പോൾ കൊണ്ടെടുത്തെന്ന് പറയും, മതിൽ കയറാൻ പറയും, മരത്തിൽ കയറാൻ പറയും, സ്വിച്ച് ഇടാൻ പറയും. അപ്പൊ കുട്ടികളെന്ന് പറയും 12 വയസ്സായിട്ട് സ്വിച്ച് ഇടാൻ പേടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ നമ്മളെന്ത് പറയും? റഹീം പേടി, അയ്യേ പേടിത്തൊണ്ടല്ല, പിന്നെന്താ പേടി ചൂറി. വിദ്യാഭ്യാസമുള്ളവർക്ക് ആ വാക്ക് പറയാവോ? അതുകൊണ്ട് വിവരമുള്ള പേടിത്തൂരി എന്ന് പറയാവോ? പിന്നെ അതിനെന്ത് പറയും? പേടിച്ചിങ്ങനെ കാണിക്കുവോ? അതിന് പേടിത്തൂരി എന്ന് പറയുന്നത്. എന്റെ പറമ്പിൽ തൂറല്ലേ പറയത്തില്ലേ? അത് മലയാളം വാക്ക് തന്നെ. മനസ്സിലായില്ലേ? നിങ്ങൾ പിക്ചറൈസ് ചെയ്യാതിരുന്നാണ്, റൈറ്റ്? അപ്പം പേടിത്തൊണ്ടൻ, പേടിച്ചൂരി, മണ്ടൻ, റഹീം അങ്ങനെ പറയൂ. ഇല്ല, അങ്ങനെ പറഞ്ഞു നമ്മളെന്തായി? കണ്ടീഷൻ ടു ഫെയിൽ, പരാജയപ്പെടാൻ വേണ്ടി പാകപ്പെടുത്തി. പാകപ്പെടൽ എവിടെ നടക്കുന്നത്? നമ്മളുടെ മനസ്സിലല്ലേ? മനസ്സെത്രയായിട്ട് യോജിക്കാം? മൈൻഡ്. കുസൃതി ചോദ്യമാണ്. ടീച്ചർ കപ്പും കൊണ്ടേ പോകും. കേട്ടാ? ഗുഡ്. എന്താണ്? നെവർ മൈൻഡ്. എന്ത് കേട്ടാലും നെവർ മൈൻഡ്. 5 മണിക്ക് 5 മണി. എത്ര മണിക്ക് വരും? 6. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു ടീച്ചർ. യു വരുന്ന അൻസിയ, യു ഹാവ് എ ഗുഡ് ഹാൻഡ്. ഉപയോഗിക്കുന്നവർക്കല്ലേ അറിയാവൂ, അല്ലേ? ഞാനിവിടെ പറയാവുന്ന ബോധ മനസ്സ്, ഉപബോധ മനസ്സ് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിലേക്കും പരാതിക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു. ഏതിനാണ് പ്രാധാന്യം, ഏതിനാണ് പവർ? നോക്കാം, ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ശക്തി എവിടെയാണ്? എൻജിൻ. വെരി ഗുഡ്. പ്രധാന